ഹലോ, നമസ്കാരം ഗായ്സ്. ഇന്ന് ചെറിയൊരു കുക്കമ്പർ വിളവെടുപ്പാണ്. നമ്മൾ കുക്കമ്പർ നട്ട് കഴിഞ്ഞാൽ ഒന്നരാടം നിർബന്ധമായും വിളവെടുക്കാം. കാരണം പറിച്ചില്ലെങ്കിൽ അടുത്ത കായ് അത്ര വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ പറിച്ചപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി, അത്ര മാത്രമുള്ളൂ. നമ്മുടെ മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കുക്കമ്പർ. കാരണം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കൃഷിയുമാണ് കുക്കമ്പർ. നമ്മുടെ മണ്ണിന് പറ്റിയൊരു കൃഷി ചെയ്യാൻ പറ്റിയൊരു ഐറ്റവുമാണ് കുക്കമ്പർ. സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റവുമാണ് കുക്കമ്പർ. ഈ പറിക്കുന്നത് സ്നോ വൈറ്റ് കുക്കമ്പറാണ്. ഇത് കൊലയായിട്ടുണ്ടാവും. കൊലയായിട്ട് നിറയെ കായ്ക്കും. ഇത് നമ്മളെ പെട്ടെന്ന് കായ്ക്കും. യാതൊരു കീടങ്ങളോ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സ്നോ വൈറ്റ് കാണാൻ നല്ല രസവുമാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ്. പിന്നെ വലിയ പരിപാലനം കാര്യങ്ങളൊന്നും വേണ്ട. ഇത് രണ്ടായിട്ടും കുക്കമ്പറാണ്. സ്നോ വൈറ്റും ഉണ്ട്, ഗ്രീൻ കളറും ഉണ്ട്, സാധാ കുക്കമ്പറും ഉണ്ട്. അപ്പോൾ നമ്മളെ മണ്ണിന് കൃഷി ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ് കുക്കമ്പർ. ഇതിന് കാര്യമായ തൈ നട്ട് കഴിഞ്ഞാൽ ആമവണ്ടിൻ്റെ ശല്യം ഉണ്ടാവും. അത്ര മാത്രമേ ഉള്ളൂ. ആമവണ്ടി ശല്യം ഒരു വള്ളി വീശി തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ശല്യമില്ല. പിന്നെ കായാറ്റ് ശല്യം, കടുന്നൽ ശല്യം. ഈ കായായി കഴിഞ്ഞാൽ കായ്ക്ക് കുത്തുക. അപ്പോൾ അതിൻ്റെ ശല്യം ഉണ്ടാകും. അതിന് നമ്മൾ മഞ്ഞക്കണി വെക്കണം. ഞാൻ മഞ്ഞക്കണി വാങ്ങണം എന്ന് കരുതുന്നുണ്ട്. മഞ്ഞക്കണി വെച്ചാൽ മതി. വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇടയ്ക്കൊരു ആഴ്ചയിൽ കൂടുമ്പോൾ ഒരു പൊട്ടാഷ് കുറച്ചിങ്ങനെ കൊടുത്താൽ മതി. വേറെ ഒന്നും കൊടുക്കണ്ട. പിന്നെ 2 നേരം നനക്കണം. വേറെ പരിപാലനം കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു 2-2.5 മാസത്തോളം വിളവെടുക്കാം. നല്ല കായ ഉണ്ടാവും. ഒരു വെട്ടുമ്പോൾ തന്നെ നല്ല 10-25 കിലോ പറിക്കാം. ഒരു 2 മാസം കൊണ്ട് നല്ല കായ്ഫലം തന്നെ. ഹൈബ്രിഡ് വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കണം. എപ്പോൾ ഏത് തൈ നടുമ്പോൾ നമ്മൾ ഹൈബ്രിഡ് വിത്ത് തിരഞ്ഞെടുക്കണം. വിത്ത് നന്നായാൽ അതിൻ്റെ കായ്ഫലം നല്ലോണം ഉണ്ടാവുള്ളൂ. ഏത് തുടക്കക്കാർക്കും കൃഷി ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കുക്കമ്പർ. ഒന്ന് സാമ്പിൾ ചെയ്ത് നോക്കും. ഉഷാറായി വേട്ടം ചെയ്താൽ പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത്ര നല്ല കൃഷിയാണിത്. കാരണം നിറയെ പൂവുണ്ടാവും. പിന്നെ അത് കായ് പോയി കണ്ടോ. ഇന്നിപ്പോൾ വിളവെടുത്ത് ആകെ 25 മുരട്ടുന്നുള്ളൂ. ഇപ്പോൾ 2 ദിവസമായി വിളവെടുത്ത് തുടങ്ങിയിട്ട് കണ്ടോ. ഇത്രയും കിട്ടി. ഒരു 6 കിലോ കുക്കമ്പർ കിട്ടി. ഇത്രയും നല്ല വിളവ് കണ്ടോ. ഇതിപ്പോൾ ഒരു 25 മുരട്ടേ ഉള്ളൂ കണ്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക. ഒരു വട്ടം കൃഷി ചെയ്താൽ പിന്നെ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ മടിയൊക്കെ മാറ്റി വെച്ച് ഇതുപോലെ ഒന്ന് കൃഷി ചെയ്യുക. ഓക്കെ, നമസ്കാരം.